ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും അദ്ദേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലോട്ടാണ്. അവിടുത്തെ മോളൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയച്ചാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് വീട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ആ മോള് ചോദിച്ചു, ഞാൻ പൊന്നൂസ് മോണ്ടനെയൊക്കെ എന്തേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട്. അപ്പോൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണ്, വെള്ളിയാഴ്ച വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചു, ഇതുപോലെ വെള്ളിയാഴ്ച ബർത്ത്ഡേ ആണ്, വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച. അപ്പം നമുക്ക് ട്രിവാൻഡ്രത്ത് ക്യാമറ വാങ്ങാൻ പോകണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു മോളെ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് അന്ന് പോകണം, അപ്പോൾ അന്ന് വരാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വഴിയൊക്കെ പറഞ്ഞു തരാൻ വരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പം മോള് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സാരമില്ല, ശനിയാഴ്ചത്തേക്ക് ബർത്ത്ഡേ വെക്കാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മാറ്റിയൊന്നും വെക്കേണ്ട, മക്കൾ അന്ന് ആഘോഷിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ വന്നാൽ മതി, നമുക്ക് ശനിയാഴ്ച ബർത്ത്ഡേ ആകാം. അപ്പം ഞാൻ പിന്നെയും മെസ്സേജ് അയച്ചു, വേണ്ട മക്കൾ ആഘോഷിക്കുക, വെള്ളിയാഴ്ച ബർത്ത്ഡേ ഒന്ന് മാറ്റി വെക്കലെന്ന്. അപ്പോൾ അതിൻ്റെ ഉമ്മ മെസ്സേജ് അയച്ചു, നമ്മുടെ സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചു, ഇല്ല കുഞ്ഞുങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു പൊന്നൂസിന് മോനൂട്ടനെയൊക്കെ കൊണ്ടുവരുമെന്ന്, അപ്പോൾ നമുക്ക് ശനിയാഴ്ചത്തേക്ക് വെക്കാം, വരുമോ വരാതിരിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പൊന്നൂസിനും മോനൂട്ടനും സന്തോഷം, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം. അപ്പം നമ്മൾ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ, ഇന്നാക്കി. അപ്പോൾ ഞാൻ ഇന്നലെ വിഷൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പം നമ്മൾ ഇന്ന് സാലതില്ല, അവൻ വണ്ടിയിൽ പോയി. അപ്പം നമ്മൾ സ്കൂട്ടിയിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി മോളൂട്ടിക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് നമ്മൾ വന്നപ്പോൾ താമസിച്ചാണ് വന്നത്, രാത്രിയായി. അപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് ടൗണിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് പോകാം. അപ്പോൾ പൊന്നൂസിനെയും മോളൂട്ടനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാ രണ്ടുപേരും ബർത്ത്ഡേക്ക് വരാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. പൊന്നൂസ് ആരുടെ ബർത്ത്ഡേക്കാണ് പോകാൻ പോകുന്നത്? പൊന്നൂസിന്റെ കൂട്ടുകാരുടെ ബർത്ത്ഡേക്ക് പോകാൻ പൊന്നൂസ് ഒരുങ്ങി ടിക്ടോപ്പായിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ മോളല്ല അക്കച്ചിയാ, പൊന്നൂസിന്റെ മൂത്തതാ കേട്ടോ. അപ്പോൾ അക്കച്ചി ഹാപ്പി ബർത്ത്ഡേ എന്നൊന്ന് വിഷ് ചെയ്തേരെ വീഡിയോയില്. അതെന്താ? ഞാനും വലുതാണ്. എന്നാ ബർത്ത്ഡേ വിഷ് ചെയ്യ്, പെട്ടെന്ന് വാ പോവാം. കുട്ടി മോനൂട്ടനും വന്ന് നിൽപ്പുണ്ട്. അപ്പൊ മോനൂട്ട ഇങ്ങോട്ട് നോക്ക്, അമ്മ നോക്കി ഹാപ്പി ബർത്ത്ഡേ പറയോ മോനൂട്ട? ഓക്കെ അപ്പൊ നമുക്ക് പോയാലോ? ഓക്കെ, ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെച്ചോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് പോവാൻ. ഞാൻ ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ടാണ് മുടി കെട്ടാൻ ചേട്ടാ. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിലും വലിയ കോലമാവും. പിന്നെ നമ്മൾ അധികം ഒരുങ്ങി പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ പോവല്ലേ, അപ്പോൾ കുറച്ച് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇച്ചിരി ഗ്ലാമറായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം. ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചിരുന്ന സമയം കളയുന്നില്ല. കാരണം നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരണം. ഉച്ചയൊക്കെ ആകുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് തിരിച്ചു വരണം. അപ്പോൾ എനിക്ക് ആ സ്ഥലം മാത്രമേ അറിയൂ. ഏതാണ് നമ്മളിപ്പോൾ കൊല്ലം, തിരുവനന്തപുരം അങ്ങനെ പറയുന്ന പോലെ സ്ഥലം മാത്രമേ അറിയൂ. അവിടുത്തെ വീടും ലൊക്കേഷനും കാര്യവും ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ മാപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് വിളിക്കാൻ കോൺടാക്റ്റ് നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇറങ്ങാം. ടൗണിൽ ചെന്ന് മോക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് മാപ്പ് നോക്കിയിട്ട് പോവാം. അപ്പോൾ എന്തായാലും നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സ്നേഹം നിറഞ്ഞ് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായതും അത്രയും ഒരു 8 കിലോമീറ്ററിൻ്റെ ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് നമുക്ക് പോകാനൊരു ഇത് പറ്റിയത്. അല്ലെങ്കിൽ ഒരുപാട് ദൂരമാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് നേരിട്ട് കാണാനുള്ളൊരു അവസരം നമ്മൾ ഒരിക്കലും കളയില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇറങ്ങാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇറങ്ങാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് പോവാം മോനൂട്ടാ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, പുനലൂർ ഒരു കടകളും തുറന്നിട്ടില്ല. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട്. അവിടെ കയറി നമുക്ക് എന്തെങ്കിലും ഒരു ഫാൻസി ഐറ്റം ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കൊണ്ട് പോകാം. ബർത്ത്ഡേ ഗിഫ്റ്റ് അതല്ലേ പൊന്നൂസേ? ഇഷ്ടപ്പെടുവോ ആവോ അല്ലാവേ. നിക്ക് അമ്മ വരുവാ. വേണ്ട. അപ്പം നമ്മൾ കുറച്ച് ചോക്ലേറ്റ് എടുക്കുകയാണ്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും പിന്നെ പൊന്നൂസിനും മോനൂട്ടനും. അത് പിന്നെ പറയണ്ടല്ലോ നമ്മൾ. പിന്നെ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ അങ്ങനെ ഫാൻസി ഐറ്റംസ് ഒന്നും ഇല്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ഫാൻസി ഐറ്റംസ് നമുക്ക് നോക്കാം. ഇന്ന് ഈ കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റായിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിച്ച് ബോക്സിലാക്കി എടുത്തിട്ടുണ്ട്.
അങ്ങനെ കുറേ നേരം ലൊക്കേഷനൊക്കെ നോക്കി ഫോൺ വിളിച്ച് ചോദിച്ചും അവസാനം നമ്മൾ വീട് കണ്ടുപിടിച്ചു. അപ്പോൾ പൊന്നൂസിനും മോനൂട്ടനും വന്ന ഉടനെ ദാഹമായി. അപ്പം നമ്മൾ കയറി വന്നപ്പോഴേ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. അങ്ങനെ കുറേ നേരം കറങ്ങി നിങ്ങളുടെ വീട് എന്തൊരു ദൂരമാണ്. ഇവരുടെ അമ്മ പറഞ്ഞ് നിസ്സാരമാണ്, മാപ്പ് അയച്ചെന്ന് ഇച്ചിരിയേ ഉള്ളത്. പക്ഷേ പൊന്നൂസിനെ മോനൂട്ടനെ കൊണ്ട് പാടുപെട്ടു. ഒത്തിരി കറങ്ങി പിന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇച്ചിക്കൂടെ വായിച്ചുകൂടോ അങ്ങനെ ലാസ്റ്റ് കണ്ടുപിടിച്ചു. മോഡയിലെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് ഇളയാളാട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പൊന്നൂസിനെ മോണ്ടനെയൊക്കെ കണ്ടോ? ഞങ്ങളുടെ പൊന്നൂസിനെ മോണ്ടനെയൊക്കെ ഇഷ്ടമാണോ? ആണോ? ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുമോ? എന്നും കാണുമോ? മോനോട്ടനെ നാണം. മോനോട്ട് ഒരു ഹായ് പറ. ഒരു ഹായ് പറ. പൊന്നൂസിന്റെ കൂട്ടുകാരി ഒരു ഹായ് പറ മോനോട്ടാ. ഒരു ഹായ് പറയടി. മുമ്പേ എൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചു, അമ്മ ഞാൻ കുറച്ച് നേരം അവിടുത്തെ ഫ്രണ്ട്സുമായിട്ട് കളിച്ചോട്ടെ. ഇവിടുത്തെ ഇളയ മോളുമായിട്ട് പൊന്നൂസ് ഭയങ്കര കൂട്ടായി. അങ്ങനെ ഫോണിൽ മോജ് ഓണാക്കി കൊടുത്തിട്ട് തന്നെ വീഡിയോ എടുക്കുകയാണ് ഡാൻസ് കളിക്കുന്നത്. ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് ഞാനൊരു ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്യുന്നത് കാണുന്നത്. സാധാരണ കടയിൽ നിന്നൊക്കെ പൊന്നൂസിനെ മോനൂട്ടനെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ കേക്ക് വാങ്ങിച്ചിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനെ കേക്ക് ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതും ഡെക്കറേഷൻ ചെയ്യുന്നതൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ തട്ടായിട്ടുള്ള കേക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഓരോ ലെയർ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു കേക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, നമ്മൾ വാങ്ങി കട്ട് ചെയ്ത് കഴിക്കുന്നു. പക്ഷേ ഇത് എനിക്ക് കണ്ടപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് കുറേ നേരം നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ പിന്നിൽ ഈ കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു കഷ്ടപ്പാടാണ്, അല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ സബ്സ്ക്രൈബർ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ്. അത് അറിഞ്ഞത് കാര്യമായി. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാമല്ലോ ഓരോ കേക്ക് ഉണ്ടാക്കി തരുമോയെന്ന്. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എത്തി. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ കേക്ക് വെച്ചപ്പോൾ ഇടയ്ക്കുണ്ടായ ഒരു ഡാമേജൊക്കെ അങ്ങ് ശരിയാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ മുത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. ഇനി കേക്ക് മുറിച്ചാൽ മാത്രം മതി. പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ദിയക്കുട്ടിയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോകുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഉമ്മയെ ഒന്ന് കാണിച്ചു തരാം. ഇതെന്നൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ ഉമ്മ കേട്ടോ. ഇതാണ് മോള്, അതാണ് ഇളയ മോള്. അവളെ ആണല്ല. അപ്പൊ ഇനി കേക്ക് മുറിച്ചു. ഇനി പാടിക്കോ. പിന്നിനെ പ്രേതം പോലെ മോനെ മുഖമെന്നോ? ആരാ പറഞ്ഞേ? അവർക്ക് ഇടിക്കാം. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. നല്ല ഗിഫ്റ്റ് കൊണ്ടുവരാൻ. കാരണം വെച്ചാൽ കടയില്ലായിരുന്നു, നമ്മൾ ഒപ്പിച്ച് വാങ്ങിച്ചതാട്ടോ. എനിക്കില്ലേ മോൾക്കറിയ അമ്മ മുത്തുമാല വെച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്കുമ്പോൾ അത് എടുത്തോളാം കേട്ടോ. താങ്ക് യു. അങ്ങനെ എല്ലാവരും ചോറ് കഴിക്കായിരുന്നു. പൊന്നൂസും മോനൂട്ടനും ബിരിയാണി കഴിക്കാനിരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ വാരി കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരു വിധത്തിൽ സമ്മതിക്കില്ല. മതിയോ?
മോട്ടിന് വേണം സലാഡ്. കഴിച്ചോ. വാരി കഴിക്കി. പൊന്നൂസിന് പുതിയ കൂട്ടുകാരെ കിട്ടിയ സന്തോഷം. മോനൂട്ടാ നല്ലപോലെ പാത്രം അടുത്തോട്ട് വെച്ച് വാരി കഴിക്കണ്ണ. കഴിച്ചോ. പൊന്നൂസ് മോണ്ടനും കളിക്കണം എന്നുള്ളൊരു വിചാരത്തിൽ നന്നായിട്ട് ചോറ് കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് കുറച്ച് ചോറ് കഴിപ്പിച്ചു. പിന്നെ പായസം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മാംഗോ പുഡിങ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മാംഗോ പുഡിങ് കഴിക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറും പായസവും പുഡിങ്ങും കേക്കും ഒക്കെ കൂടെ ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനങ്ങാൻ പറ്റുന്നില്ല. മധുരവും അച്ചുകറുണ്ട്. പൊന്നൂസ് എന്ത് കുടിക്കുന്നേ പറഞ്ഞ? എന്ത് കുടിക്കുന്നേ? അച്ചാറും പായസം കൂടെ തിന്നാലേ വയറ്റുവേദന എടുക്കും. ഇത് വേണ്ട. നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് ഒരു മന്ദതയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പൊന്നൂസ് പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പൊന്നൂസിൻ്റെ അടുത്ത് വന്ന് ബാ നമുക്ക് പോവാം, ഒരുപാട് നേരമായില്ലേ ഉച്ച കഴിഞ്ഞാൽ. അപ്പോൾ പൊന്നൂസ് പറയാണ് കേക്ക് മുറിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ. അപ്പോൾ ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ചുമ്മാ ജസ്റ്റ് സംസാരിച്ചോ, കുഴപ്പമില്ല. ഇതുവരെ ഒരു വീഡിയോയിൽ നിന്നിട്ടില്ലാത്ത ആളാണ്. എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? ഒരു സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ നിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്ന് 10 മിനിറ്റ് സംസാരിക്കുക. അപ്പോൾ അയാളുടെ സ്വഭാവം മനസ്സിലാക്കി എത്ര സമയം എടുക്കും? എടുക്കാൻ പറ്റുമോ? അങ്ങനെ നിന്റെ ഇത് അന്നേരം പിന്നെ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് 1.5-2 മണിക്കൂർ. അന്നേരം എന്നെ പറ്റി മനസ്സിലാക്കിയത് പറഞ്ഞു, വേഗം പറഞ്ഞു. നമ്മുടെ ഫാമിലിയുള്ള ഫ്രണ്ട്സൊക്കെ കേൾക്കട്ടെ. പറഞ്ഞു. പൊട്ടത്തിയാണ് ഞാൻ. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെ വന്ന് സന്തോഷം എനിക്ക് ബിരിയാണിയൊക്കെ വെച്ച് തന്ന് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നാക്കി. അപ്പോൾ എനിവേ താങ്ക് യു. അപ്പം എന്തു പറയുന്നത്, താങ്ക്സ്, അത്രേ ഉള്ളൂ. തന്നതിനെല്ലാം താങ്ക്സ്, വയറ് നിറഞ്ഞ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നാളെ ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റ പറഞ്ഞു.